ഹലോ കോച്ചി സിംഗ് സാറേ, ഇന്ന് ആർക്ക് തൊപ്പി വെച്ച് കൊടുക്കാനുള്ള പ്ലാനാണ്? ബൽവൻ, നിനക്ക് തന്നെ. ഇതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം, മനസ്സ് പറയും തൊപ്പി. ഇത് ധരിക്കുന്നവരാരായാലും അവർക്ക് മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സ് വായിക്കാൻ പറ്റും. കൊള്ളാലോ മാമ, ഈ തൊപ്പിയിൽ കുറെ ലൈറ്റുകളുണ്ട്. എന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെ പരീക്ഷിക്കാൻ ബൽവന്തിനേക്കാൾ നല്ലൊരു ഇരയെ കിട്ടിയെന്ന് വരില്ല. അല്ല കോച്ചി സാറേ, അപ്പൊ സാർ എന്നെ പറ്റി ഇങ്ങനാണോ കരുതിയത്? അത് പിന്നെ ഞാനൊരു തമാശക്ക് വേണ്ടി പറഞ്ഞതല്ലേ, വെറുതെ ഒന്ന് പറ്റിക്കാൻ. അതിനർത്ഥം ഈ തൊപ്പി പ്രവർത്തിക്കുന്നുണ്ടെന്നല്ലേ? കൊള്ളാം കോച്ചി അങ്കിൾ, പൊളിച്ചു. എങ്കിലെന്റെ കോച്ചി സാറേ, ഒരു ദിവസത്തേക്ക് ഞാൻ ഈ തൊപ്പി കൊണ്ടുപോവുകയാണ്. ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് ഞാനൊന്ന് അറിയട്ടെ. മാർക്കറ്റില് പല നിറത്തിലുള്ള ലോലിപോപ്സ് വന്നിട്ടുണ്ട്. അല്ല അമ്മാവ, അമ്മാവനെങ്ങനെ മനസ്സിലായി? ഞാനത് മറന്നുപോയി. അമ്മാവൻ എന്റെ മനസ്സ് വായിക്കാൻ പറ്റുമല്ലോ. എങ്കി നീ വേഗം നടക്ക്. നിന്റെ ചെറിയമ്മ ചന്തയിൽ പോയി ഉരുളക്കിഴങ്ങും തക്കാളിയും വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. ഇത് 100 രൂപയായി. നിഷ്കളങ്കനായ പാവം അമ്മാവനാ. 50 രൂപയുടെ പച്ചക്കറി 100 രൂപയ്ക്ക് വാങ്ങുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാ. ഈ ചാച്ച ഒരു പാവം നിഷ്കളങ്കനാണ്. പക്ഷെ 50 രൂപയുടെ പച്ചക്കറി ഞാൻ 50 രൂപ കൊടുത്തേ വാങ്ങിക്കാറുള്ളൂ. ഒന്ന് മാറണോ, എനിക്ക് തന്റെ സഹായം ഒന്നും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഞാൻ തന്നെ എടുത്തോളാം. കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഇതിനകത്തുള്ള രക്തങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് മോഷ്ടിച്ച രക്തങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയേനെ. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാൻ നോക്കാം. അല്ലെങ്കിൽ താഴ്വരയിലെത്താൻ ഇനിയും താമസിച്ചു പോകും. അവിടെ ചെന്നാലേ ഞാൻ മോഷ്ടിച്ച രക്തങ്ങൾക്ക് യഥാർത്ഥ വില ലഭിക്കുകയുള്ളൂ. ആഹാ, എന്ത് പറ്റി മാമ? മോനെ, അയാള് ശരിക്കും രത്നം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. എങ്കിൽ പോലീസ് മാഡത്തിനെ ഉടനെ വിവരം അറിയിക്കണം. അതെ മാഡം, വേഗം ഇരുണ്ട താഴ്വരയിലെത്തണം. അവിടെ മോഷ്ടിച്ച രത്നങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം നൽകിയതാരാണ്? ഈ തൊപ്പി തന്നെ. ഇതുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സ് വായിച്ചറിയാൻ കഴിയും. എന്ത് മണ്ടത്തരോ എഴുന്നള്ളിക്കുന്നത്. നിങ്ങൾ ആരോടെ ഈ തൊപ്പിക്കാര്യം പറയുന്നത് ചാച്ചാ? അപ്പൊ ഞാനെന്താ ആലോചിച്ചോണ്ടിരുന്നത്, ചുമന്ന ലിപ്സ്റ്റിക് ഇടണോ അതോ റോസ് ഇടണോ? ചുവപ്പ് മതി മാഡം. ഓ, ഇതെന്തൊരു അത്ഭുതവാ. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ മനസ്സിലായത്? പറഞ്ഞില്ലേ മാഡം, എനിക്കിപ്പോ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട്. വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത്രയധികം തേങ്ങ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നേ? തേങ്ങാവെള്ള ആരോഗ്യത്തിന് നല്ലതാ. മാർക്കറ്റിൽ വില കുറച്ച് വിൽക്കുന്ന കണ്ടപ്പോ ഞാൻ കുറെ മേടിച്ചിട്ടതാ. ഉപയോഗപ്പെടുമല്ലോ. അയ്യോ, ആ പാപത്തിന്റെ തലയിൽ തേങ്ങ വീണ് ബോധം പോയെന്നാ തോന്നുന്നത്. അമ്മാവ, ഇതല്ലേ ആ രത്നക്കള്ളൻ? രത്നങ്ങൾ വേറെ ആൾക്ക് കൈമാറാൻ വന്നതായിരിക്കും. അപ്പൊ അമ്മാവ, നിങ്ങൾ ഇയാളുടെ മനസ്സൊന്ന് വായിച്ചറിഞ്ഞേ. ഇയാൾ ആരാണെന്നും ഏത് ഗ്യാങ്ങിനാണ് രത്നം വിൽക്കുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ശ്രമിക്കേ. അല്ല, ഇയാളുടെ മനസ്സിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ കോച്ചി സിംഗിന്റെ തൊപ്പിക്ക് കേടുപാട് സംഭവിച്ചു കാണുമോ? അല്ല അമ്മാവ, ഇപ്പൊ അയാളൊന്നും ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പൊ അയാൾക്ക് ബോധമില്ലല്ലോ. ഈ പറഞ്ഞത് വളരെ ശരിയാണ് മക്കളെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ഒരു പ്രയോജനവും ഇല്ല. ഐഡിയ, അമ്മാവൻ ഇയാളുടെ ഡ്രസ്സ് ധരിക്കണം. എന്നിട്ട് ഇവിടെ തന്നെ നിൽക്ക്. രണ്ടാമത്തെ ഗ്യാങ് വരുമ്പോ ഇയാളാന്ന് വിചാരിച്ചോളും. അപ്പൊ നമുക്ക് അവരെ പിടിക്കാം. അയ്യോ, ഞാനില്ല. എനിക്ക് പേടിയാ മോനെ. എന്തെങ്കിലും കുഴപ്പമായാലോ മക്കളെ? എനിക്കൊറ്റയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. ഓഹോ, ഡോണ്ട് വറി അമ്മാവ. ഞാനിവിടെ ഉള്ളപ്പോ അമ്മാവൻ ഒന്നും സംഭവിക്കില്ല. അമ്മാവന്റെ അസിസ്റ്റന്റായി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഓക്കേ? ആളെ ഇവിടെ വെച്ച് കാണാമെന്നല്ലേ പീറ്റർ നമ്മളോട് പറഞ്ഞത്? ആളെ എങ്ങും കാണുന്നില്ലല്ലോ. ഈ മാർക്കിന് ആരെയും കാത്തിരുന്ന് ശീലമില്ല. മക്കളെ കണ്ടില്ലേ, രത്നക്കള്ളന്റെ പേര് പീറ്റർ എന്നാണ്. ഇവിടെ രത്നം കൈമാറാൻ വന്നിരിക്കുന്നത് മാർക്ക് എന്നയാളാണ്. ഉഗ്രനായിട്ടുണ്ട് അമ്മാവ. വരൂ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. പീറ്റർ, നിങ്ങൾ എത്തിയോ? പിന്നെ കൂടെയുള്ളതാരാ? അതെ, ഇവൻ എന്റെ സഹായിയാണ്, റിപ്പീറ്റർ.
ശരി, നമുക്ക് വന്ന കാര്യം സംസാരിക്കാം. രത്നം എന്റെ കയ്യിലുണ്ട്. താൻ ചരക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? രത്നം ഞാൻ വാങ്ങിച്ചോളാം പീറ്റർ. പക്ഷേ എനിക്ക് നിന്റെ തൊപ്പി വളരെ ഇഷ്ടമായി. കുറെ ദിവസങ്ങളായി ഒരു നല്ല തൊപ്പി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവസാനം എന്റെ കൺമുമ്പിൽ തന്നെ എത്തിയല്ലോ. ഏയ്, അത് പറ്റില്ല. ഞാൻ ഈ തൊപ്പി ആർക്കും കൊടുക്കില്ല. താൻ എന്നോട് പറ്റില്ലെന്ന് പറയുന്നു. തനിക്ക് ഇത്ര ധൈര്യമോ? സാറേ, ഞാൻ നിങ്ങൾക്ക് വേറെ തൊപ്പി കൊണ്ടുവന്ന് തന്നോളാം. സാധ്യമല്ല. എനിക്ക് ഈ തൊപ്പിയാണ് വേണ്ടത്. ദിസ് വൺ. നമ്മുടെ കളിയെല്ലാം പൊളിഞ്ഞല്ലോ മക്കളെ. മാർക്കിന് നമ്മുടെ മനസ്സ് വായിച്ചറിയാൻ തുടങ്ങും മോനെ. പേടിക്കണ്ട അമ്മാവാ, മനസ്സിനെ കുറച്ച് സ്ട്രോങ് ആക്കിയാ മതി. അതെനിക്ക് സാധിക്കാത്ത കാര്യമല്ലേ. പോലീസോ? പോലീസ് എങ്ങനെ ഇവിടെ എത്തി? പോലീസ്. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ ചെയ്യുന്നത്? എഴുന്നേറ്റ് നിൽക്കണോ? എന്റെ മേഡം, അനന്തരവൻ അവിടെ ഉണ്ട്. നമുക്ക് അവനെ രക്ഷിക്കണം. ചാച്ചാ, അതൊന്നും വേണ്ട. ബദീജ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് ഉറപ്പാണ്. നമ്മളിപ്പോ പോയ അപകട. പോലീസ് വണ്ടിയുടെ സൈറൻ നിലച്ചില്ലേ? ഏതോ പോലീസ് വാൻ ഇതിലെ കടന്നു പോയതാണെന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ പേടിച്ചുപോയി. പക്ഷെ ബോസ്, പീറ്ററിനെ ഇവിടെയും കാണുന്നില്ലല്ലോ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. തൊപ്പി മാർക്കിന്റെ കയ്യിലാ ഉള്ളത്. അപ്പൊ അയാൾക്ക് എന്റെ മനസ്സ് വായിക്കാൻ കഴിയും. അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും സൂത്രം ഞാൻ ആലോചിക്കണം. എടോ റിപ്പീറ്റർ, ഈ പീറ്റർ എങ്ങോട്ടാ രക്ഷപ്പെട്ടത്? പീറ്റർ മരത്തിന് പുറകെ ഒളിച്ചിരിക്കാണെന്ന് ഒരിക്കലും മാർക്ക് അറിയാൻ പാടില്ല. എന്താ ഇത്? ഇവന്റെ ചുണ്ട് അനങ്ങുന്നില്ലല്ലോ. എന്നിട്ടും എനിക്ക് അവന്റെ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? എടോ, താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പീറ്റർ, താൻ അവിടെ തന്നെ ഒളിച്ചിരിക്കണേ. എനിക്ക് ഈ ചെറുക്കൻ മനസ്സിൽ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചങ്കു, പീറ്റർ ദേ ആ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിട്ടുണ്ട്. ചെല്ല്, വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവാ. ചങ്കു തിരിച്ചു വന്ന മാർക്കിനോട് പീറ്റർ അവിടെ ഇല്ലാന്ന് പറയും. കാരണം ചങ്കു എന്റെ കൂട്ടത്തിലുള്ള ആളാണല്ലോ. ബോസ്, പീറ്റർ അവിടെയെങ്ങും ഇല്ല. എടാ കള്ളാ, നീ എന്റെ ആളായി നിന്ന് അവന് വേണ്ടി ജോലി ചെയ്യുവല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ബോസ്? അയ്യോ, എന്റെ പൊന്നു ചങ്കു, നിങ്ങൾക്ക് വല്ലാതെ നൊന്തോ? ആരാ എന്നെ എങ്ങനെ അടിക്കുന്നത്? ഇന്നെല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ പഞ്ഞിക്കിടുന്നത്? കൊള്ളാമങ്കു, മാർക്കിന് നല്ല കേക്ക് കൊടുത്തല്ലേ. അടുത്തവണ ഇതിലും ആഞ്ഞടിക്കണം. മങ്കു, അപ്പൊ നീയും? ചതിയന്മാരെ, നിങ്ങൾ ആ പീറ്ററിന്റെ കൂടെയാണല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ബോസ്, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ ബോസിനോട് നന്ദിയും കൂറും. അയ്യോ ബോസ്, ഇത് കണ്ടില്ലേ? ആ പീറ്റർ പോലീസിനെയും കൂട്ടിയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചതിയന്മാരാണെങ്കിൽ ഈ പോലീസിനെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വരുമായിരുന്നോ? ബോസ്, ഞങ്ങളെ ഇടിച്ചൊരു പരുവമാക്കിയില്ലേ. എന്നോട് ക്ഷമിക്കൂ ഡിയർ ചങ്കു മങ്കു. പീറ്റർ പുറത്തേക്ക് വാടാ, അല്ലെങ്കിൽ ഞാൻ ഈ റിപ്പീറ്ററിനെയും പോലീസിനെയും വെറുതെ വിടില്ലടാ. നന്നായി, പീറ്റർ കാളയുടെ രൂപത്തിൽ വന്നല്ലോ. അത് പീറ്ററാന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കാളയുടെ രൂപത്തിൽ വന്നതാണോ പീറ്റർ? പുറത്തേക്ക് വാടാ. ഞാൻ പുറത്തേക്ക് വരില്ല മാർക്ക്. നീ എന്ത് വേണേലും ചെയ്തോ. പുറത്തേക്ക് വരില്ലെന്നാണ് പീറ്റർ ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ അവനെ വെറുതെ വിടില്ല. അപ്പോ ഇത് ശരിക്കുള്ള കാളയായിരുന്നല്ലേ? കാളക്കുട്ട, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. അയ്യോ, അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഈ കാള എന്നെ കൊല്ലാൻ പോകുന്നേ. ഐ ആം സോറി. അടുത്തത് എന്റെ ഊഴമാണ്. കള്ളന്മാരെ നിയമത്തിന്റെ കയ്യിൽ നിന്നും ഈ പോലീസിന്റെ ചവിട്ടിൽ നിന്നും ആർക്കും രക്ഷപ്പെടുത്താനാവില്ല.
ഖോജി വിചിത്രമായ പല ഉടായ്പ കണ്ടുപിടുത്തങ്ങളും നടത്തും. ഉണ്ടാക്കുന്നത് അങ്ങേരാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കാണല്ലോ. ബഹദൂർ എത്രയും പെട്ടെന്ന് ഈ തൊപ്പി കൊണ്ട് ഖോജിയെ ഏൽപ്പിക്കേ. അങ്ങനെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചു, അല്ലേ അമ്മാവാ? അതേടാ മോനെ അനന്തരവാ.